പ്രക്ഷോഭം മുനമ്പിലാണ് വീണ്ടും ബംഗ്ലാദേശ്. അടിസ്ഥാന ജനകീയ പ്രശ്നത്തിൻ്റെ പേരിലല്ല അത്, മറിച്ച് സ്ത്രീ സ്വാതന്ത്ര്യം കൂടിപ്പോകുമോ എന്ന ആശങ്ക വെച്ചുള്ള മതപ്രക്ഷോഭം. സ്ത്രീകളുടെ അവകാശക്ഷേമങ്ങൾ പരിഷ്കരിക്കാൻ കമ്മീഷനെ വെച്ചു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന നൊബേൽ ജേതാവ് ഡോക്ടർ മുഹമ്മദ് യൂനസ്. ആ തീരുമാനം തന്നെ പ്രകോപന കാരണവുമായി. മതനേതാക്കളും തീവ്ര മതവിശ്വാസികളുടെയും കൂട്ടം തെരുവിൽ പ്രതിഷേധം ജ്വലിപ്പിക്കുകയാണ്. കമ്മീഷനെ പിൻവലിച്ചില്ലെങ്കിൽ രാജ്യം കത്തുമെന്ന് അന്ത്യശാസനം. മെയ് 23 മുതൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് മതസംഘടനകൾ ആഹ്വാനം ചെയ്തു. ഹെഫ്സത്തെ ഇസ്ലാം എന്ന മതസംഘടനയാണ് ധാക്കയിൽ തെരുവിലെ പ്രതിഷേധത്തിനും പ്രകോപന മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങിയത്. 20,000 പേരുടെ റാലി. സ്ത്രീ പരിഷ്കരണ സമിതി മതവികാരം വ്രണപ്പെടുത്തുന്നു. സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല. സ്ത്രീക്ഷേമം നോക്കാൻ മതപണ്ഡിതരുണ്ട്. പരിഷ്കരണ കമ്മിറ്റി വേണ്ട, അത് മതനേതൃത്വം തീരുമാനിച്ചോളൂ. ഇസ്ലാം സംസ്കാരം നശിപ്പിക്കാനാണ് നീക്കം. വൈദേശിക അജണ്ടയാണത്. പ്ലക്കാർഡുകൾ, മുദ്രാവാക്യങ്ങൾ. ബഹുഭാര്യാത്വ നിരോധനം, സ്ത്രീ പുരുഷ തുല്യാവകാശം, ലൈംഗിക തൊഴിലാളികൾക്കടക്കം ക്ഷേമ പദ്ധതി, പാർലമെൻറ്റിൽ 50% സ്ത്രീ സംവരണം, സുപ്രധാന നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ്റേത്. അതുതന്നെയാണ് പ്രകോപനവും. സ്ത്രീ സമത്വവാദം മതവിരുദ്ധമാണ്. രാജ്യവികാരം കണക്കിലെടുക്കാത്ത നീക്കം ചോര വീഴ്ത്തും. ഹെഫ്സത്തെ ഇസ്ലാം നേതാവ് മമനുൽ ഹക്ക് പറഞ്ഞു. ലൈംഗിക തൊഴിലിന് നിയമപരിരക്ഷ വന്നാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഹെഫ്സത്തെ അനുകൂലികൾ പറഞ്ഞു. അനിസ്ലാമിക് നീക്കമാണത്. മുന്നോട്ടു പോകാൻ സർക്കാർ നീക്കമെങ്കിൽ ആയിരങ്ങളുടെ ശവത്തിൽ ചവിട്ടി പോകേണ്ടി വരും. മതനേതാക്കളുടെ മുന്നറിയിപ്പ്. ലൈംഗിക തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നൽകാനുള്ള സമിതി ശുപാർശയോട് അതിരൂക്ഷ ഭാഷയിലാണ് മതനേതൃത്വം കലഹിക്കുന്നത്. അതായത് സ്ത്രീ സമത്വ പരിഷ്കരണത്തിനെതിരായ മതകലാപ നീക്കത്തിലാണ് ബംഗബന്ധു എന്ന സോഷ്യലിസ്റ്റ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ ആ നാട്. ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘങ്ങൾക്ക് ശക്തി കൂടി ബംഗ്ലാദേശിൽ. ഹസീനയുടെ രാജിക്കായി മുറവിളി കൂട്ടിയതും ഇവർ തന്നെ. ബംഗ്ലാ ഛാത്ര ലീഗ് എന്ന അവാമി ലീഗ് വിദ്യാർത്ഥി സംഘടനയെ തീവ്രവാദ ലിസ്റ്റിൽപ്പെടുത്തി നിരോധിക്കാൻ അവർ ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീന ഈ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെ നിലപാടെടുത്തു. എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഹസീനക്കെതിരെ ഉപയോഗിക്കാൻ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർക്ക് കഴിയുകയും ചെയ്തു. ഹസീനയുടെ അവാമി ലീഗിനെ നിരോധിക്കാൻ ആവശ്യപ്പെട്ട സംഘടനയാണിപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഹസീനയുടെ വീഴ്ചയും പലായനവും കാര്യങ്ങളെ മാറ്റിമറിച്ചു. ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധനം യൂനസ് സർക്കാർ നീക്കി. തീവ്രവാദ കേസിൽ പിടിയിലായ ജസീമുദ്ദീൻ റഹ്മാനിയടക്കം ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഇതോടെ തീവ്ര ഇസ്ലാമിസ്റ്റ് നീക്കം ശക്തിപ്പെട്ടു. ഇസ്ലാമിക് മൂവ്മെൻറ്റ് ബംഗ്ലാദേശ്, ജമാഅത്ത് ഇസ്ലാമി, ഖിലാഫത്ത് മജ്ലിസ്, ഇസ്ലാമിക് യൂണിറ്റ് അലയൻസ് എന്നിവരാണിപ്പോൾ സ്ത്രീ അവകാശങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിൽ. യൂനസിൻ്റെ ഓഫീസ് വിദേശ അജണ്ടയ്ക്ക് കീഴടങ്ങുന്നുവെന്നും ആരോപിക്കപ്പെട്ടു. 2024 നവംബർ 18 പ്രമുഖ ആക്ടിവിസ്റ്റ് ഷിറിൻ പർവീൻ ഖാക്ക് അധ്യക്ഷയായ സമിതിയെ നിയോഗിച്ചത്. 433 നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ട് ഏപ്രിൽ 19 ഷിറിൻ മുഹമ്മദ് യൂനസിന് കൈമാറി. പുരുഷന് സമാനമായ പാരമ്പര്യ സ്വത്താവകാശം സ്ത്രീക്കും ബാധകമാക്കാനുള്ള നിർദ്ദേശത്തോട് യൂനസ് അനുകൂലമെന്നും കേൾക്കുന്നു. വരുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ യൂനസിന് ഇത് തിരിച്ചടിയാകും. മതനേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. കമ്മീഷൻ ശുപാർശയോട് യൂനസ് മുഖം തിരിക്കുമോ, ഭരണഘടന അതിനായി ഭേദഗതി ചെയ്യുമോ എന്നതാണ് ബംഗ്ലാദേശ് കാണാൻ പോകുന്ന പൂരം. ലോകം ഉറ്റുനോക്കുന്നതും അതുതന്നെ. ബാക്കി തെരുവിലെ മതകലാപക്കളി തീരുമാനിക്കും.